ഹലോ, ഇന്ന് ഞങ്ങൾ അംഗനവാടിയിൽ ഓണ സെലിബ്രേഷനാണ്. ഞാനെത്തിയപ്പോഴേക്കും കുറച്ചൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവരൊക്കെ റെഡിയാക്കി ഇറക്കണ്ടേ. അങ്ങനെ എന്താ ഞാൻ ഉള്ളിലേക്ക് കയറി നോക്കുമ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് കടലമിഠായി കഴിക്കുകയാണ്. ഹവ വന്നപ്പോഴേ അവിടെ ഇരുന്ന് പോയിരുന്നു കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനും അലീമും ഇവിടെ നിന്ന് കളിക്കുന്നുണ്ട്. എല്ലാവരും ട്രഡീഷണൽ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കണം. പട്ടുപാവാട, മുണ്ടും ഷർട്ടും സെറ്റ് സാരി ഒക്കെ അങ്ങനെ കേട്ടോ. ടീച്ചർ ഇവിടെ ഇരുന്ന് പൂവിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ പൂവിടുന്ന കുറച്ച് നേരം നോക്കിയിരുന്നു. അപ്പോൾ അതാ മറ്റേ ടീച്ചർ ഇവിടെ ഇരുന്നിട്ട് പൂവ് ശരിയാക്കി കൊടുക്കണമെന്ന്. ശരിയാക്കാനൊന്നും കുട്ടിയോട് സമ്മതിക്കുന്നില്ല. ഓലത് പിച്ചി കേടുവരുത്തുക എന്നിട്ട് എൻ്റെ അടുത്ത് പറയണത്. പൂവ് ഞാൻ ശരിയാക്കണ പോലെ കേടെടുത്താണെന്ന്, ഒരുമിച്ച് മിക്സ് ആക്കുകയാണെന്നാണ് പറയണത്. സഹായിക്കാൻ വന്നിട്ട് ഓലത് കേടെടുത്തുകയെന്ന് പറയുന്നത്. അങ്ങനെ എന്താ അവ ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നതാട്ടോ ഈ നിൽക്കണത്. റെഡിയാക്കിയിട്ട് അവൾക്ക് ശരിയാവുണ്ടായിരുന്നില്ല. അങ്ങനെ പൂക്കളൊക്കെ സെറ്റാക്കി അവർ പൂവിടാൻ തുടങ്ങി. പൂവൊക്കെ കുട്ടികൾ കൊടുന്നതന്നെയായിരുന്നു കേട്ടോ. ഒരു വിധമുള്ളവരെല്ലാവരും പൂക്കളൊക്കെ കൊടുത്തിരുന്നു. അവരവരുടെ വീട്ടിലുള്ള എല്ലാവരുടെയും പൂക്കൾ കൊണ്ടുവന്ന് ടീച്ചർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരും പൂക്കളായിട്ടൊക്കെ ആയിട്ട് വന്നിരുന്നത്. അപ്പോൾ ആ പൂക്കളൊക്കെ ഇട്ടിട്ടുള്ളത് എല്ലാം നമ്മുടെ അടുത്തുള്ള പൂക്കൾ തന്നെ കേട്ടോ. പൂക്കളിടൽ കഴിഞ്ഞപ്പോൾ പിന്നെ ടീച്ചർ കുട്ടികൾക്ക് പാട്ട് കൊടുക്കാൻ വേണ്ടി കേട്ടോ. അവരുടെ പാട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് പാടുന്നുണ്ടായിരുന്നു കേട്ടോ. പാട് പാടവ പാട്. ഓണക്കോടിയുടുക്കാലോ, ഓണസദ്യ ഒരുക്കാലോ, ഓണസദ്യ കഴിച്ചിട്ടേ ഊഞ്ഞാലാടി രസിക്കാലോ, ഊഞ്ഞാലാടി രസിക്കാലോ. ഓണത്തപ്പ കുടവയറ, ഓണം വന്നാലെന്തെല്ലാം ഓണക്കോടി എടുക്കാലോ, ഓണപ്പൂക്കൾ പറിക്കാലോ, ഓണപ്പൂക്കൾ നിൽക്കാലോ, ഓണസദ്യയൊരുക്കാലോ, ഓണസദ്യ കഴിച്ചിട്ടേ ഓണസദ്യ കഴിച്ചിട്ടേ ഊഞ്ഞാലാടി രസിക്കാലോ, ഊഞ്ഞാലാടി രസിക്കാലോ. എല്ലാവർക്കും ഹാപ്പി ഓണം. എങ്ങനെ പറയാം? ഹാപ്പി ഓണം. ഹാപ്പി അല്ലേ? ഹാപ്പി ഓണം. പാട്ട് പാടലൊക്കെ കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരുന്നാട്ടത്. എല്ലാ കുട്ടികളും ടീച്ചർമാരും എല്ലാവരും കൂടിയും കൂട്ടി ഒരു ഫോട്ടോ. ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോകും. അപ്പോൾ പിന്നെ ആരുടെയും ഫോട്ടോ കിട്ടൂല എന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുത്തി ഒരു ഫോട്ടോ ഒക്കെ എടുക്കുക കേട്ടോ. ഇപ്പോൾ പിന്നെ എന്ത് പറഞ്ഞാലും ഇരുന്നിരുന്നില്ല കേട്ടോ. അവനവിടെ നീറ്റ് നിൽക്കുക. പിന്നെ അവൻ എങ്ങനെയും നിന്നോട്ടെ, നമുക്ക് അവൻ്റെ ഫോട്ടോ കിട്ടിയാൽ മതി എന്നുകൊണ്ട് ടീച്ചർ പിന്നെ അങ്ങനെ ഇരുത്തിയതാണ് കേട്ടോ അവനെ. അങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കൽ കഴിഞ്ഞാൽ പിന്നെ ടീച്ചർ പറഞ്ഞു നമുക്ക് കുട്ടികൾക്ക് ചോറ് കൊടുക്കുക, അല്ലെങ്കിൽ പിന്നെ ഓലൊക്കെ ഉറങ്ങിപ്പോവും. ചെറിയ കുട്ടികളല്ലേ, അവർക്ക് നേരത്തെ ഫുഡ് കൊടുക്കണതല്ലേ, വല്ലാണ്ട് ലേറ്റ് ആയി കഴിഞ്ഞാൽ അവർ ഉറങ്ങിപ്പോവും. അങ്ങനെ കുട്ടികൾക്ക് ഇതാ സദ്യയൊക്കെ വിളമ്പിട്ടോ. ഒരു സദ്യ ഇലയിൽ കഴിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അല്ലെങ്കിൽ കുട്ടികൾക്ക് ഇങ്ങനെ പുതുമുളകൊക്കെ കഴിക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കുമല്ലോ അല്ലേ. അങ്ങനെ എല്ലാവരും ഇതാ സദ്യ കഴിക്കാൻ റെഡി ആയിട്ട്. അച്ചാർ വേണമെന്ന് വെച്ചപ്പോൾ അച്ചാർ വേണ്ടെന്ന് പറഞ്ഞാട്ടോ കണ്ടത്. അത് കഴിഞ്ഞിട്ട് അവരുടെ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കഴിച്ചു. അതൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.